സംസ്ഥാന വ്യാപകമായി കനത്ത നാശം വിതച്ച് തോരാമഴ. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. നാളെ വൈകിട്ട് വരെ കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മഴ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടങ്ങൾ. കോഴിക്കോട് പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി, ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. കാസർഗോഡ് റോഡ് ഒലിച്ചു പോയതായി വാർത്ത വരുന്നു. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, അണ്ടർ ബ്രിഡ്ജ് റോഡ് വെള്ളത്തിൽ മുങ്ങി. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഴയ്ക്ക് താൽക്കാലിക ശമനം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മലബാറിൽ എങ്ങനെയുണ്ട് കാലവർഷം? കെടുതികൾ, അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്? വിശദാംശങ്ങൾ ഗോകുൽ. അനിൽ നമ്പ്യാർ, വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. കാസർഗോഡ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നു. പല സ്ഥലങ്ങളിലും കനത്ത കാറ്റും മഴയും ഇടവിട്ടിടവിട്ട് വീശുന്നതിനാൽ തന്നെ നാശനഷ്ടങ്ങൾ അടിക്കടി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഈ ജില്ലകളിലൊക്കെ പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. മഞ്ചേശ്വരത്ത് മജുവയിൽ മുഗളി റോഡ് ഒഴുകിപ്പോയി. അവിടെ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറും ബൈക്കും ഉൾപ്പെടെ ഒഴുകിപ്പോയിട്ടുണ്ട്. ആ പ്രദേശത്തെ 15ഓളം വീടുകളിൽ വെള്ളം കയറി. ഹൊസങ്കടി മിയാപദവ് റോഡ് ഇടിഞ്ഞ് വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായത്. പട്ടത്തൂരിൽ റോഡുകളിൽ വെള്ളം കയറി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് നിരവധി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉദുമയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം തകർന്നു വീണു. പുല്ലൂരിൽ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത്. ചട്ടഞ്ചാലിൽ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പല പുഴകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പല നദികളിലും യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് കോരപ്പുഴ പുഴയിലും കാസർഗോഡ് കാര്യങ്കോട് പുഴയിലും വയനാട് കബനി പുഴയിലും യെല്ലോ അലർട്ടാണ്. മൊഗ്രാല്, നീലേശ്വരം, ഉപ്പള, കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാല്, നീലേശ്വരം, ഉപ്പള പുഴകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പാലക്കാട്, അട്ടപ്പാടി, വലിയ പൊയിൽ എന്നീ സ്ഥലങ്ങളിൽ മലയോര മേഖലയാണ്. ആ മേഖലകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നു എന്നൊരു അറിയിപ്പ് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിൽ ഇന്ന് രാവിലെ നജുമൽ ബാബു എന്ന് പറയുന്ന ഒരാളുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അല്പം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് തകർന്നു. മാവൂര്, ചാത്തമംഗലം, പെരുവയൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലെ അണ്ടർ ബ്രിഡ്ജിനടിയിൽ വെള്ളം കയറിയിട്ട് വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഒരു ഇടുങ്ങിയ റോഡാണ്. അതിൽ കൂടി വാഹനങ്ങൾക്കൊന്നും പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. എല്ലാ ജില്ലകളിലെയും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കാത്തതിനാൽ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയും വെള്ളം കൃത്യമായി തുറന്നുവിടാനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തതിനാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നു. മലയോര മേഖലയിലൊക്കെ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. നേരത്തെ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. കല്ല് ഖനനത്തിന് അനുമതിയില്ല. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. പല ഡാമുകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മഴക്കൽപ്പം ശമനമാണ് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് ജില്ലയുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടെ വെയിൽ തെളിഞ്ഞു എന്നൊരു കാര്യം വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരുന്നു. എങ്കിലും മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളിലെ മഴ പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലേക്ക് മഴ ഇപ്പോൾ വ്യാപിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് മഴ കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഗോകുലാണ് മലബാറിലെ വിവരങ്ങൾ നൽകിയത്. ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, നേരത്തെ ഞാൻ ചോദിച്ചത് വിഴിഞ്ഞത്ത് നിന്ന് കാണാതായിട്ടുള്ള ബോട്ടുകൾ, അതിലിപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണോ? മാത്രമല്ല, ഒരു മരണം റിപ്പോർട്ട് ചെയ്തതായിട്ട് സ്ഥിരീകരിക്കാത്ത വിവരം ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വ്യക്തത വന്നോ? തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ കാലവർഷത്തിൻ്റെ ആഘാതം എങ്ങനെയുണ്ട്? അനിൽ നബീർ, അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുകയാണ്. തലസ്ഥാന ജില്ലയിലും അതിശക്തമായ മഴ തുടരുന്നുണ്ട്.
ഔദ്യോഗികമായി മരണ കണക്കുകൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. PRDയുടെ ഭാഗത്തു നിന്നും, അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും PRDയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി തലസ്ഥാന ജില്ലയിൽ മരണമോ മറ്റ് കണക്കുകളോ ഒന്നും തന്നെ നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വന്നിട്ടുള്ളവരുടെ കണക്കുകൾ എന്നുള്ളത് 144 വീടുകൾ കഴിഞ്ഞ മഴക്കെടുതിയിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളൊരു ഔദ്യോഗിക കണക്കാണ്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ ഉണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും ഏകദേശം 138 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നുള്ള കണക്കാണ് ഔദ്യോഗികമായി ഇപ്പോൾ സർക്കാർ തലത്തിൽ വരുന്നത്. ഒപ്പം തന്നെ 144 വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കൂടി സർക്കാർ തലത്തിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ജില്ലയെ പ്രതിദാനം ചെയ്ത് അറിയിക്കുകയാണ്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. കാലവർഷക്കെടുതി അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് 8 ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഈ മണിക്കൂറിൽ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകൾക്ക് 3 മണിക്കൂർ വരെ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ തീവ്രമായിട്ടുള്ള മഴ ലഭ്യമാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കൂടാതെ തന്നെ 50 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റ് ഈ ജില്ലകളിൽ വീശാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റ് കോട്ടയം ജില്ലയിൽ പ്രതീക്ഷിക്കുകയാണ് വരുന്ന 3 മണിക്കൂർ. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് നൽകുന്നു. ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കരുതൽ നടപടികൾ കാര്യമായി തന്നെ സ്വീകരിക്കുകയാണ്. അപ്പോഴും മഴക്കെടുതികൾ സംസ്ഥാന വ്യാപകമായി രൂക്ഷമാകുന്നു. തലസ്ഥാന ജില്ലയിലും വ്യാപകമായ മഴക്കെടുതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിലും വ്യാപകമായിട്ടുള്ള മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണ്, ഇന്ന് പൂർണ്ണമായും 2 വീടുകളാണ് തകർന്നത്. ഒന്ന് കാറ്റിലും മഴയിലും, മറ്റൊന്ന് മരം ഒടിഞ്ഞു വീണാണ് വീട് തകർന്നിട്ടുള്ളത്. 2 വയോധികർ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ മണിക്കൂറിൽ നൽകാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ വാഹനങ്ങൾക്ക് മുകളിലൂടെ മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ തലസ്ഥാനത്തുണ്ടാകുന്നു. റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിവിധ ജില്ലകളിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ പിടിച്ചിരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാംഗ്ലൂരിനടക്കം വരുന്ന വന്ദേ ഭാരത് ട്രെയിൻ അടക്കമുള്ള ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം അടക്കമുള്ള തീരദേശ മേഖലകളിലും കോവളം അടക്കമുള്ള തീരദേശ മേഖലകളിലുമൊക്കെ മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾ അത് വിലക്ക് മറികടന്നുകൊണ്ടടക്കം മത്സ്യബന്ധനത്തിന് പോയ ചില വള്ളങ്ങൾ കടലിൽ കാണാതായിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ കോസ്റ്റ് ഗാർഡ് അടക്കം നടത്തുകയാണ്. ഒപ്പം തന്നെ ഒരു മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടി തലസ്ഥാനത്ത് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുമായി സഞ്ചരിച്ച മറ്റ് വള്ളത്തിലെ അംഗങ്ങളെ കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് തലസ്ഥാന ജില്ലയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണും ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും പിഴുതു വീണുമുള്ള അപകടങ്ങൾ തലസ്ഥാനത്ത് രൂക്ഷമാകുന്നു. തലസ്ഥാനത്തെ മിക്ക ഇടങ്ങളിലും ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാത്രി വൈകുകയാണ്. പകൽ നേരിയ തോതിലുള്ള മഴയായിരുന്നുവെങ്കിൽ രാത്രികാലത്തിൽ ശക്തമായ മഴയാണ് തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ഒപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കാറ്റ് ശക്തമാകുന്നതുകൊണ്ട് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ഒപ്പം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട്. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്യുന്നത്. അനിൽ നമ്പ്യാർ. മലബാറിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും കാലവർഷം അതിൻ്റെ ക്രൗര്യം വളരെ പ്രകടമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മധ്യ കേരളത്തിലേക്ക് പോകാം, കൊച്ചിയിലേക്ക് പോകാം. മധ്യകേരളത്തിൽ മഴ കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത്. കോട്ടയത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. എറണാകുളത്തും സമീപ ജില്ലകളിലും കനത്ത മഴ വൻ നാശനഷ്ടമാണ് വിതച്ചത്. തൃശ്ശൂർ ജില്ലയിൽ മരങ്ങൾ കടപുഴകി നിരവധി അപകടങ്ങളുണ്ടായി. ഇടുക്കിയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ജിജീഷ്, 2 പേർ മരണപ്പെട്ടു. കോട്ടയത്ത് മീൻപിടുത്തത്തിനിടയിൽ മുങ്ങി മരിക്കുകയായിരുന്നു. മറ്റെന്തൊക്കെ നാശനഷ്ടങ്ങളാണ് എറണാകുളം ഉൾപ്പെടെ മധ്യ കേരളത്തിലുണ്ടായിരിക്കുന്നത്? മധ്യ കേരളത്തിൽ ഇന്നലെ രാത്രി
തന്നെ പെയ്ത വലിയ മഴ അത് ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്ന 2 ജീവനുകളാണ് കോട്ടയം ജില്ലയിൽ മത്സ്യബന്ധനത്തിന് പോയ 2 പേരാണ് മരിച്ചത്. കൊല്ലാട്ടിന് സമീപം പാറക്കക്കടവിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങിയാണ് 2 ജീവനുകൾ നഷ്ടപ്പെട്ടത്. ജോബി, സാം എന്നിവരാണ് മരിച്ചത്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ വള്ളം മറിഞ്ഞുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ അവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയായിരുന്നു. ഈ 2 പേർ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ, അതായത് കോട്ടയം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നെങ്കിൽ സമാനമായ മറ്റു ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരമേഖലയിൽ വലിയ ഒരു ജാഗ്രതാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ വരെ വലിയ തോതിലുള്ള കാറ്റും മഴയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മരങ്ങൾ വീണുള്ള അപകടങ്ങൾ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലും ഒപ്പം തന്നെ ഇടുക്കിയിലും തൃശ്ശൂരിലുമെല്ലാം വലിയ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണുള്ള അപകടങ്ങൾ നിരവധി വാഹനങ്ങൾക്കും ആളുകൾക്കുമെല്ലാം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ എറണാകുളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപം, ഒപ്പം തന്നെ വൈറ്റിലയിലും പനമ്പള്ളി നഗറിലുമെല്ലാം മരങ്ങൾ വീണുള്ള അപകടം ഉണ്ടായി. അത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിന് ആ പ്രദേശങ്ങളിൽ രാവിലെ ഇടവരുത്തിയിരുന്നു. പിന്നീടാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗത തടസ്സം പൂർണ്ണമായും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ KSEBയുടെ പോസ്റ്റുകൾ മറിഞ്ഞു വലിയ കാറ്റിൽ കനത്ത കാറ്റിൽ റോഡിലേക്ക് മറിഞ്ഞു വീണുള്ള നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വാഹന യാത്രക്കാരടക്കമുള്ള ആളുകൾ, ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമെല്ലാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പലയിടത്തും ശക്തമായ കാറ്റിൽ നിരവധി പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത്. അത് തുടർച്ചയായ വൈദ്യുതി തടസ്സത്തിനും കാരണമായിരുന്നു. എറണാകുളത്ത് കാക്കനാട് ഭാഗത്ത് 5 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം, മരം മറിഞ്ഞു വീണതിനെ തുടർന്നുള്ള ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ കാറ്റ് ശക്തമായതോടുകൂടി തന്നെ കടൽക്ഷോഭം ഉണ്ടായി. പല ഭാഗങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം ആഞ്ഞ് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ടെട്രപ്പോഡുകളില്ലാത്ത ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇരച്ചെത്തി. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അത് ഭീതിദായകമായ ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം എല്ലാ മഴയത്തും കനത്ത മഴ കനക്കുമ്പോഴെല്ലാം തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. വീട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറുന്ന സാഹചര്യം, വീടുകൾ തകരുന്ന ഒരു സ്ഥിതിവിശേഷം. എറണാകുളം ജില്ലയിൽ മാത്രം 182 വീടുകൾ തകർന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ ഉണ്ടായ കാറ്റിലും കോളിലുമാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായിട്ടുള്ളത്. യെസ്, മത്സ്യബന്ധനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കുക. കടൽ പ്രക്ഷുബ്ധമാണ്. മധ്യ കേരളത്തിൽ മഴ കനത്ത നാശനഷ്ടങ്ങളാണ് വിതച്ചത്. കോട്ടയത്ത് മീൻ പിടിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. എറണാകുളത്തും സമീപ ജില്ലകളിലും കനത്ത മഴ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. തൃശ്ശൂർ ജില്ലയിൽ മരങ്ങൾ കടപുഴകി നിരവധി അപകടങ്ങളുണ്ടായി. ഇടുക്കിയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.